കളമശ്ശേരിയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത് നല്ല തീ പാറുന്ന മത്സരമായിരിക്കും. മന്ത്രി പി രാജീവിന് അവിടെ വിജയം അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം തന്നെ വിജയിക്കേണ്ട ഒരു നേതാവാണ് അദ്ദേഹം. അറിവിന്റെ നിറകുടാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ UDF മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഈ സീറ്റ് കോൺഗ്രസിന് കൊടുത്തിട്ട് പകരം കൊച്ചി ലീഗ് ഏറ്റെടുത്താൽ ഈ മത്സരത്തിന്റെ സ്വഭാവം തന്നെ മറിയും. അങ്ങനെ സംഭവിച്ചാൽ DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആയിരിക്കും പി രാജീവിന് എതിരായിട്ട് വരിക. 2021 11,132 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി രാജീവ് ജയിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാലാരിവട്ടം പാലം അഴിമതി കേസ്, അതേപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ഗഫൂറിനെ സ്ഥാനാർത്ഥിയാക്കിയത്, അങ്ങനെ ചില കാരണങ്ങളൊക്കെ ആയിരുന്നു അന്ന് UDF തോൽക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. 2026 എത്തുമ്പോൾ UDFന് മുന്നിൽ അത്തരമൊരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ഒരു നേതാവ്, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നേതാവ് മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.